ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാ ദിവസത്തെയും പോലെ പതിവ് ദിനചര്യകളൊക്കെ ശേഷം ഞാൻ കുറച്ച് ഗാർഡനിലോട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ പച്ചക്കറി ഗാർഡനിലെ കൃഷിയൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ തക്കാളി കുട്ടന്മാരൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ചെറിയ ചെറിയ തക്കാളിയാണ് പിടിച്ചിട്ടുള്ളത്. എങ്കിലും ആ പിടിച്ച തക്കാളിയൊക്കെ കുറച്ചൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അതൊക്കെ പറിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വെയിറ്റ് കൊണ്ട് ചാഞ്ഞ് പോയിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് പിടിച്ച് നേരെയൊക്കെ ആക്കി. ഈ ചൂട് സമയത്താണ് എല്ലാ പച്ചക്കറികളും നന്നായിട്ട് പിടിക്കുന്നത് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. മഴക്കാലത്ത് ഒന്നും പിടിക്കത്തില്ല. ഈ ചൂട് സമയത്താണ് പയറായാലും നമ്മുടെ തക്കാളിപ്പഴമായാലും മത്തനായാലും എല്ലാം നന്നായിട്ട് പിടിക്കുന്നത് ഈ ചൂട് സമയത്താണ്. പിന്നെ പയറ് ഞാൻ പടത്തി വിട്ടേക്കുന്നതാണ്. ഇത് ചെറുതായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം കായ വരും. നല്ല മഴയാവുന്നതിന് മുമ്പ് ഇത് കൃഷിയെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പയറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. പിന്നെ മഴയായി കഴിഞ്ഞാൽ മൊത്തം അളിഞ്ഞു പോകും. നമ്മുടെ മഴയെക്കുറിച്ച് അറിയാമല്ലോ, നല്ല ശക്തിയായിട്ടുള്ള മഴയായിരിക്കും. അപ്പോൾ ഈ പച്ചക്കറി കൃഷികൾക്ക് ഏറ്റവും നല്ല സമയം ഈ സമയത്താണ്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. നന്നായിട്ട് പിടിക്കും. അങ്ങനെ രാവിലെ കിട്ടിയ ഗാർഡനിൽ നിന്ന് കിട്ടിയാണ് കുറച്ച് കോവയ്ക്ക, അതേപോലെ തക്കാളിപ്പഴം. കോവയ്ക്ക 2-3 ദിവസം ആകുമ്പോഴേ പെട്ടെന്ന് വിളഞ്ഞങ്ങ് നന്നായിട്ട് ഇതായിപ്പോവും. നമുക്ക് പൊട്ട് കോവയ്ക്കയാണെങ്കിൽ നല്ലത് മെഴുക്കുവരട്ടി വെക്കാനും അതുപോലെ തോരൻ വെക്കാനും ഒക്കെ നല്ലത് പൊട്ട് കോവയ്ക്കയാണ്. പിന്നീട് ഞാൻ പെട്ടെന്ന് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓരോ ദിവസവും ഓരോന്ന് വേണമല്ലോ. ദോശ, ഇഡലി, അപ്പം ഇങ്ങനെ പോവും. അന്നേരം ഇന്ന് ദോശ ചമ്മന്തിയാണ്. അങ്ങനെ 8:30 ആയി. അന്നേരം പെട്ടെന്ന് ജോലി ചെയ്യുകയാണ്. ഇനിയിപ്പോൾ കാപ്പി കൊടുക്കേണ്ട സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ പാലൊക്കെ തിളപ്പിച്ചു. അത് കഴിഞ്ഞ് ചായയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ദോശ ഇട്ടു. ദോശയ്ക്ക് ചമ്മന്തിയാണ്. അതൊക്കെ ആക്കി. പിന്നെ ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാനിപ്പോൾ ചോറൊക്കെ വെക്കുന്നത്. ചോറും വെള്ളമൊക്കെ ഞാനങ്ങ് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കും. ഗ്യാസിൻ്റെ ഷോർട്ടേജ് കാരണം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അടുപ്പ് കത്തിക്കുന്ന പതിവില്ല. വിറകൊക്കെ ഉണ്ട്. അടുപ്പ് കത്തിക്കാനുള്ള മടി കൊണ്ട് അങ്ങ് കുക്കറിൽ ചോറ് ഞാൻ കുക്കറിലാണ് ഇപ്പം വെക്കുന്നത്. അന്നേരം പെട്ടെന്നങ്ങ് ആവും. ഒരു 4 വിസിലൊക്കെ കേട്ടാൽ മതി. അപ്പോഴത്തേന് ചോറ് റെഡിയാവും. പിന്നെ നമ്മൾ തിളപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് ഊറ്റി വെക്കത്തേ ഉള്ളൂ. അന്നേരം നല്ല ചോറാണ്. പിന്നെ മീൻ കിട്ടിയത് കണ്ണൻ കൊഴിയാളയാണ്. അത് വറുക്കാമെന്ന് കരുതി. പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വെച്ച മീൻ കറി ഇരിപ്പുണ്ട്. അന്നേരം പിന്നെ മീൻ വറുക്കാമെന്ന് കരുതി. അങ്ങനെ കണ്ണൻ കൊഴിയാള അല്ലെങ്കിലും കറി വെച്ചാൽ ഇവിടെ അങ്ങനെ ആർക്കും അത്ര ഇഷ്ടമല്ല. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും കഴിക്കും. അതുകൊണ്ട് മീൻ കറി വെച്ച് കുറച്ച് 3-4 എണ്ണം എടുത്ത് വറുത്തു. പിന്നെ ബാക്കി ഞങ്ങൾ നമ്മുടെ മാർക്കോയ്ക്ക് കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചു. അങ്ങനെ മീനെല്ലാം വറുക്കാനായിട്ട് പുരട്ടി വെച്ചേക്കുകയാണ്. മീൻ ഞാൻ എല്ലാം വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് അത് ഇങ്ങനെ പുരട്ടി വെച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ കേട്ടോ. ഏത് മീനായാലും അങ്ങനെ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലാതെ വെറും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ആ മീനിന് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോഴാണ് പിന്നെ മോളുടെ ഫോൺ വന്നത്. അവൾ വരുന്നുണ്ട്. അതുകൊണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ അവളുടെ റൂമൊന്ന് വൃത്തിയാക്കി ഇടാമെന്ന്. റൂമിൽ കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ. പ്ലംബിങ്ങിൻ്റെയൊക്കെ പണിയുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വയറിങ്ങിൻ്റെയൊക്കെ പണി ഉള്ളതുകൊണ്ട് അത് കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ് അവളുടെ റൂം. അന്നേരം എല്ലാം പൊടി കയറി. അങ്ങനെ കർട്ടനും ബെഡ്ഷീറ്റും എല്ലാം ഞാൻ കഴുകാൻ എടുത്തുകൊണ്ട് പോയി ഇട്ട്. പിന്നെ അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞത്. അവൾ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉത്സവം പ്രമാണിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വരുമ്പോഴേ അവൾക്ക് കിടക്കണം, ക്ഷീണമല്ലേ, അന്നേരത്തേന് യാത്ര ചെയ്ത് വരുന്നില്ലേ, അന്നേരത്തേന് പെട്ടെന്നൊന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോഴേ ബെഡ്ഷീറ്റും തലയണ എല്ലാം ഞാൻ കൊണ്ടുപോയി കഴുകാനിട്ടു. അങ്ങനെ നന്നായിട്ടൊന്ന് തൂത്തുവാരി തുടച്ചിട്ടുണ്ട്. പിന്നെ കർട്ടനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ അവൾ വന്നിട്ട് ഇടാമെന്ന് കരുതി. ഞാൻ ഈ ഉച്ചയ്ക്ക് ചോറ് വെക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്നാണ് ഇത് ചെയ്യാൻ പോയത്. അപ്പോൾ ചോറിൻ്റെ കറികളുടെയൊക്കെ സമയം പോവുമല്ലേ, അതൊരിച്ചും പെട്ടെന്ന് ഇതൊന്ന് ബെഡ്ഷീറ്റൊക്കെ പുതിയത് വിരിച്ച് അതുപോലെ തലയണ കുറേയൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് പിന്നെ പോയി അടുക്കളയിലെ ജോലിയൊക്കെ നോക്കാമെന്ന് കരുതി. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് സമയം ഇങ്ങനെ പോയി. നന്നായിട്ട് പൊടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് അവിടെ പണി കിടക്കുന്നതുകൊണ്ട് റൂമൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ അവൾക്ക് ഈ പൊടിയുടെ അലർജി ഉള്ളതുകൊണ്ട് നന്നായിട്ട് തുടച്ച് ജനലിൻ്റെ അവിടെ ഭിത്തി, ജനലിൻ്റെ
പടിയെല്ലാം നന്നായിട്ട് തുടച്ചെടുത്തേ പറ്റുള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അതൊക്കെ ഒരുവിധം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഉച്ചക്കലത്തെ പരിപാടിയിലേക്ക് കടക്കണം. ഞാൻ പകുതി ജോലി അവിടെ ചെയ്തു വെച്ചിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത്. പിന്നീട് ആ പടിയൊക്കെ അങ്ങോട്ട് കയറിപ്പോകുന്ന സ്റ്റെപ്പാണ്. അവിടെ എന്തായാലും പൊടിയുണ്ടല്ലോ, അതും കൂടെ ഒന്ന് തുടച്ച് എടുത്തതാണ്. പിന്നെ നമ്മുടെ ചോറ് തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ ഈ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയില്ല. എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ട് ചക്ക വെട്ടുന്നതും അരിയുന്നതും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതിൽ ഉൾപ്പെടുത്താഞ്ഞതാണ്. അങ്ങനെ അത് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് എന്നിട്ട് പകുതി മുക്കാൽ വേവാകുമ്പോഴാണ് നമ്മൾ അരപ്പിടുന്നത്. ഇതേപോലെ തവിയുടെ ഈ തടി വെച്ച് ഇളക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ട് എല്ലായിടവും പിടിക്കാൻ പറ്റും. അങ്ങനെ ചക്ക വേവിച്ച് എല്ലാം റെഡിയായി വെച്ചു. പിന്നെ മീൻ വറുക്കാനായിട്ട് വെച്ചു. അപ്പോഴും ഞാൻ ഓർത്തു രസവും ചക്കയും മീൻ കറി ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ട്. പിന്നെ മീൻ വറുത്തതുണ്ട്. ഇത്രയൊക്കെ മതിയെന്നാണ് കരുതിയത്. പിന്നീട് എനിക്കൊരു ഇത് തോന്നിയിട്ട് പിന്നെ ഞാൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടെ വെച്ച് കേട്ടോ. അത് അപ്പോഴും മോൻ്റെ ഒരു ഫ്രണ്ട് വന്നു, അവനും കൂടെ ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കോവയ്ക്കയും കൂടെ മെഴുക്ക് പുരട്ടി വെച്ച് അങ്ങനെ അവരൊക്കെ ചോറുണ്ണതാണ് കാണുന്നത്. പിന്നീട് ആരും ഇല്ലായിരുന്നു. ഞാൻ തന്നെ അതിനെല്ലാം ശേഷം ഒരുവിധം ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ തന്നെ ഇരുന്ന് ചോറുണ്ണുകയാണ്. അവരൊക്കെ ചോറുണ്ടിട്ട് പെട്ടെന്ന് പോയി കേട്ടോ. അവർക്കൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് പോയി. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ അംഗമാണല്ലോ പാത്രങ്ങൾ കഴുകുക എന്നുള്ളത്. എനിക്ക് ഈ ചോറും കറിയും ഞാൻ എങ്ങനെയും വെക്കും. എനിക്ക് ഈ പാത്രങ്ങളെല്ലാം കൂടെ കഴുകുന്നതാണ്, അന്നേരം കഴുകി വെക്കുന്നതാണ് പതിവ്. പക്ഷേ ഇന്ന് കുറേ പാത്രങ്ങളായി. അങ്ങനെ ഞാൻ അതും കൂടെ കഴുകി വെച്ചിട്ട് ഇനി റെസ്റ്റ് എടുക്കാമെന്ന് കരുതുകയാണ്. അങ്ങനെ പാത്രങ്ങളും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ച വരെയുള്ള പരിപാടി കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കി പരിപാടി. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് തോന്നുന്നതിന് ശേഷം മാത്രമേ ഞാൻ എടുത്ത് വെക്കാറുള്ളൂ കേട്ടോ. എല്ലാ പാത്രങ്ങളും കഴുകി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഓരോ സ്ഥലത്ത്, അതായത് വെക്കേണ്ട സ്ഥലത്ത്. പാത്രങ്ങളിങ്ങനെ കൂടിക്കിടക്കുന്നത്, അതുപോലെ അടുക്കള അലങ്കോലമായിട്ട് കിടക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനത് എപ്പോഴും നന്നായിട്ട് എനിക്ക് അടുക്കളയിലൊക്കെ പാത്രമൊക്കെ അടുക്കി പെറുക്കി ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇത് ഇടയ്ക്ക് ഞാൻ ഓരോരോ കാര്യത്തിന് പോവുകയും കൂടെ ചെയ്തതുകൊണ്ടാണ് ഇത്രയും പാത്രങ്ങളായത്. അതുകൊണ്ട് ഞാൻ ഒരു മെനക്കെട്ട് നിന്ന് എല്ലാ പാത്രങ്ങളും കഴുകി പെറുക്കി വെക്കുകയാണ്. ബാക്കി എല്ലാ ജോലിയും നമുക്ക് എങ്ങനെ എളുപ്പം തീർക്കാം. ഈ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നതും ഞാൻ തന്നെത്താനെ നിന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി പെറുക്കി വെക്കുകയാണ്. ഒരാൾ കൂടെ നമുക്ക് ഹെൽപ്പിനുണ്ടെങ്കിൽ പിന്നെ എളുപ്പം കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. എല്ലാ വീട്ടമ്മമാരും ഇങ്ങനത്തെ ഓരോരോ ബുദ്ധിമുട്ടുകളാണല്ലോ. പാത്രങ്ങൾ കഴുകുക, പിന്നെ കൂട്ടാൻ അരിയുക. വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൂട്ടാനൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടുമെങ്കിൽ വളരെ എളുപ്പം കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഇന്ന് ഉച്ചവരെയുള്ള എൻ്റെ പരിപാടികളൊക്കെയാണ് ഇന്ന്.